ഇല്ലടാ, ഞാൻ രാവിലെ ലാൻഡായി. ഏയ് 2 ദിവസം കഴിഞ്ഞാ പോ. നീ ഇതെവിടെയാ? പിന്നെ ഇപ്പൊ എന്നെക്കാട്ടിലും ബിസി നീയാണല്ലോ. ഞാൻ വീട്ടിൽ വരാൻ നോക്ക് നീ. ഞാൻ വിളിച്ചതിനല്ല, നാളെ നിനക്ക് വണ്ടി കിട്ടൂല കേട്ടാ. നാളെ ഞാനും എന്റെ ആളിനെ കൊണ്ട് റൈഡിന് പോവാ. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം. ആയിക്കോട്ടെ. ശരി എന്നാ. അമ്മായി, അമ്മായിയേ. എന്തടേ? എന്താ ശിവ? ഇങ്ങ് വാ ഇങ്ങോട്ട്. മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ? ഞാനാണ് നിന്റെ അമ്മായി അതാ നീയാണ് എന്റെ അമ്മായി? അമ്മായില്ലേ അമ്മായി? എടേ, നിനക്ക് ഞാൻ ഇരിക്കണം അങ്ങോട്ട് ഒന്നുകൂടി. എന്നെന്തിനാണ് ഇങ്ങോട്ട് വിളിക്കണേ? എന്ത് വർത്താനോട് അമ്മായിയെ? പണ്ടൊന്നും ഇങ്ങനൊന്നും ആയതല്ല. സമയം പോകെ പോകെ അമ്മായിയുടെ സ്വഭാവം മാറി തുടങ്ങി. ആയിക്കോട്ടെ, ശരിയെന്ന്. മാഡം എന്തിനാണ് വിളിച്ചത്? പറയാം. പറ. ഒരു സംഭവം ഉണ്ടായി, പറയട്ടെ. ഇരിക്കങ്ങോട്ട്. ഞാൻ ഇന്ന് സ്റ്റേഷനിൽ ഓട്ടോ പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓട്ടോക്കാരന് ഒരേ മൊടയെന്നേ. അങ്ങേര് വഴിക്ക് വെച്ച് നിർത്തിയിട്ട് പറയുവാണ് ഇത്രയും പൈസ പോരാ, ഇനിയും പൈസ വേണം എന്നൊക്കെ. ഒരേ ഉടക്ക്. പിന്നെ അവസാനം റോക്സ് ഒക്കെ വന്നാണ് സോൾവ് ചെയ്തത്. റോക്സ് അവിടെ എത്തിയോ? എന്ത് റോക്സ് അവിടെ എത്തിയോ? യാദൃശ്ചികമായിട്ട് വന്നതാണെന്നേ, മനഃപൂർവ്വം വന്നൊന്നുമല്ല. അതെങ്ങനെ നിനക്ക് തീർത്തും പറയാൻ പറ്റും യാദൃശ്ചികമായി വന്നതാണെന്ന്? അതെങ്ങനെ ചേച്ചിക്ക് തീർത്ത് പറയാൻ പറ്റും? ഇവിടെ എന്തിനെ പറ്റി സംസാരിക്കുന്നറിയോ? വാലും തുമ്പും കേട്ടോണ്ട് ഇടയ്ക്കും കേറിക്കോണം കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ലേ. എന്താണോ എന്തോ എന്താണ് പാർവ്വ ഇരുത്തിയൊരു സംസാരം? നിങ്ങൾ പറഞ്ഞ അലമ്പാവണ്ട. നീ ബാക്കി കാര്യം എന്തോന്ന് പറ. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? ഇതൊന്ന് ഓട്ടോക്കാരൻ നീയായിട്ട് എന്തോ പ്രശ്നമായി. അപ്പൊ അവിടെ ഷിബു റോക്സ് വന്നു. അപ്പൊ 2 അളിയനും വന്നു. എന്താ മോളെ ഷിബു വന്നിട്ട്? ഈ ഷിബു എന്ന് പറയുന്നത് ഷിബു റോക്സ് ആണോ? അല്ലേ, വേറൊന്നുമില്ല. അത് സിന്ധുവേ, വേറൊന്നും അല്ല. ഇവള് നോർത്തിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വരുവായിരുന്നു. അപ്പൊ ഓട്ടോക്കാരന് ഇവനായിട്ട് എന്തോ ഒരു കശപിശ. അപ്പൊ അവിടെ ഷിബു റോക്സ് എത്തി. അത്ര എനിക്കറിയാവൂ. എന്നിട്ടൊന്നുമില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല അളിയാ. ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പറ. അളിയൻ ഒന്നും കൂടെ പോയി ആ ഷിബുവിനെ ഒന്ന് കാണും. പാറുവേ, നിന്നെക്കാട്ടിലും വയസ്സിന് മൂത്തവരുടെ പേര് പറഞ്ഞാണോ വിളിക്കാൻ നീ? ശരി. ആ ഷിബുച്ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അത് ചേച്ചി പറ. സത്യം പറ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? സത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അളിയാ. ആ ഓട്ടോക്കാരനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെ ചോദിച്ചോ പൈസക്കാട്ടിലും കൂടുതൽ വേണമെന്ന്. പിന്നെ മോക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നു. അതളിയാ, ചേച്ചി വിചാരിച്ചാണ് അയാൾ ഇത്തിരി നാളും കൂടെ ജീവിച്ചോട്ടെ. അതാ അളിയനെ വിളിക്കാൻ. എക്സാക്ട്ലി അതാണ്. നീ ബാക്കി കാര്യം പറ. എന്നിട്ടെന്താ? റോക്സ് പറഞ്ഞ കാശിനെക്കാട്ടിലും 5 പൈസ പോലും കൂടുതൽ കൊടുക്കണ്ടാന്ന്. അത് സ്വാഭാവികം. അതാണല്ലോ അതിന്റെ രീതി. എന്തോന്ന് രീതി? നീ ബാക്കി പറ ശിവ. എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ കാശ് വാങ്ങിക്കൊടുത്ത് 2 മാസം ഡയലോഗ് അടിച്ചിട്ട് മാന്യമായിട്ട് റോക്സ് ആ കേസ് തീർന്നു. മാന്യമായിട്ടാ? നിനക്ക് എന്ത് കൊച്ചു ഇത്ര സംശയം? ഇല്ലേ ചേച്ചി പറ. പിന്നെ എനിക്ക് പാവം തോന്നി, അതുകൊണ്ട് ഞാൻ മുഴുവൻ കാശ് അവസാനം കൊടുത്തു. എന്നിട്ട് അമ്മായി കേൾക്കണം, ഈ പ്രശ്നവും സോൾവ് ആക്കി ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടിട്ട് റോക്സിന്റെ അടുത്തൊരു ചോദ്യം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? വീട്ടുകാർക്ക് എന്നിൽ ഭയങ്കര പ്രതീക്ഷയാണ്, അത് ശിവാരി മറക്കരുത്, നന്നായിട്ട് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ റോക്സിന്റെ അവസ്ഥയാവും എന്നൊക്കെ. അങ്ങനൊക്കെ പറഞ്ഞ പിന്നല്ലാണ്ട് ഞാൻ ഞെട്ടിപ്പോയില്ലേ. സാധാരണ എപ്പ കാണുമ്പോഴേ കൊഞ്ചലും കൊടയിലും ഒക്കെ ആണല്ലോ. ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ സീരിയസ് മാറ്റേഴ്സ്. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് പറയാണ്, പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും വിളിച്ചു കൂട്ടി വലിയൊരു പാർട്ടിയൊക്കെ ഇവിടെ നടത്തണമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി, മോള് സംസാരിച്ചിരിക്കും കേട്ടോ. വാങ്ങ്.
ലച്ചു, നീ എന്താ ഞാൻ നേരത്തെ ഫോൺ വിളിച്ചിട്ട് എടുക്കാന്? കണ്ടില്ലെന്നോ? നീ ഇപ്പൊ എവിടാ? എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞോ കടയിൽ നിന്ന്? ഞാൻ ഇവിടെ നേരത്തെ തിരിച്ചെത്തിയായിരുന്നു. ഇല്ലില്ല, ഇവിടെ മഴയൊന്നുമില്ല. അവിടെ മഴയുണ്ടോ? ഇടി മഴ ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ കൊച്ചിനെയും കൂട്ടി പോയി അമ്മയുടെ അടുത്ത് ആക്കിയാ പറയായിരുന്നോ? ശരി, നീ ഒരു കാര്യം ചെയ്യുന്നതാണല്ലോ, പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് വരാൻ നോക്കുമല്ലോ, ടാക്സി എടുത്ത്. മഴയൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ വരണ്ട, പോരെ? சிது கட்டன் சாயா. എനിക്ക് വേണ്ട. ஐ நீங்க தானே கொஞ்சம் முன்னாடி கேட்டீங்க கட்டன் சாய் வேணும்னு. എനിക്ക് വേണ്ട ആന്റി, ഞാൻ വേണമെങ്കിൽ ആന്റിയോട് ചോദിച്ചോളാം. ഓ വേണ്ട. സിതോളിയ ചേച്ചിയാണോ വിളിച്ചേ? ഞാനിവിടെ ഫോണിൽ സംസാരിക്കുന്നത് പാർക്കുട്ടി കേട്ട് കാണണമല്ലോ. കേട്ട് കാണണ്ടേ? പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ലച്ചു ചേച്ചിയാണോ ലച്ചു ചേച്ചിയാണോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. சிது குடியே. എനിക്ക് വേണ്ട ആന്റി. சரி. ശിവ വന്നേ. എന്താളിയാ? റിട്ടേൺ എപ്പോഴാ പ്ലാൻ ചെയ്തേക്കുന്നത്? റിട്ടേൺ മറ്റന്നാ വൈകിട്ട്. മറ്റന്നാൾ വൈകിട്ടല്ലേ? ടിക്കറ്റ് റിട്ടേൺ പോകാനുള്ള ബുക്ക് ചെയ്തോ? ഇല്ലല്ലേ, അതിന് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തില്ല പിന്നെ എങ്ങനെ? അല്ല കുഴപ്പമില്ലേ, ഇൻ കേസ് ട്രെയിൻ ഇല്ലെങ്കിലും രാത്രി ബസ് ഉണ്ട്. ഇതെന്തിനാ ഈ രാത്രി പോവാൻ നിൽക്കുന്നത്? പകല് നിനക്ക് പോവുക വരുവൊക്കെ ചെയ്തുകൂടായോ? അല്ല മുമ്മ, അതല്ല, നമ്മളിപ്പോ ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാലേ അവിടെ എത്തുമ്പോഴത്തേന് രാത്രി ഒരു സമയമായി പോകും, അതുകൊണ്ടാണ്. എന്റെ പൊന്നു ശിവ, ഇങ്ങനെ 2-3 ദിവസത്തേക്ക് അവധി കിട്ടുമ്പോ എന്തിനാ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നേ? പകുതി ദിവസം യാത്രയ്ക്ക് അങ്ങ് പോവല്ലേ? മര്യാദക്ക് അവിടെ നിന്ന് പഠിത്തത്തിന്റെ കാര്യങ്ങൾ നോക്കിയാ പോരെ? അത് തന്നെ. ഇനി 5-6 ദിവസം അവധി ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നങ്ങ് പഠിച്ചാൽ മതി. ചേച്ചിക്ക് ഇവിടെ എന്തോ അത്യാവശ്യമില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ? എന്ത് അത്യാവശ്യം? ഏതൊക്കെയോ ഫ്രണ്ട്സിനെ കാണണമെന്നല്ലേ പറഞ്ഞത് അല്ലേ? അല്ലാളിയ, അത് അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവള് നാളെ കഴിഞ്ഞ് ഡൽഹിക്ക് പോവുക. പിന്നെ എന്തായാലും ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് വന്നയാ. சிவா நீ ஒண்ணு செய். அவ இனி அடுத்த வாட்டி வரும்போது நீ அவளையும் கூட்டி இங்க வா. நம்ம எல்லாருமா சேர்ந்து ஜாலியா கொண்டாடலாம். ഏത് ഫ്രണ്ടിന്റെ കാര്യം പറയണ? ചേച്ചിക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഫ്രണ്ട്. ജീവിതത്തിലെ ഞാനും കുറെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുള്ളതാ. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് കട്ട് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ത്യജിക്കേണ്ടിയും വരും. ഓക്കെ? അതെങ്ങനെ? ഇവിടെ എല്ലാം ഭയങ്കര സോഷ്യൽ അല്ലയോ? കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഞാൻ ഒന്നും പറയുന്നില്ല. ലോകമേ തറവാട്. சிது அம்மா சூடா கஞ்சி வைக்கிறாங்க. 1 மணி நேரத்துல சுடு சுடா குடிக்கலாம். ആവട്ടെ ആന്റി, ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ട് പോണു സിദ്ധു? എനിക്കൊന്ന് പുറത്തു പോകണം. അതെ, അമ്മായിക്ക് നമ്മുടെ ഷിബു റോക്സിന്റെ കട കറക്റ്റ് എവിടാന്നറിയാവോ? ഷിബു റോക്സിന്റെയാ? ഇത് ഞാൻ ചോദിച്ച ക്ലിയർ ആയില്ല. ഷിബു റോക്സിന്റെ കട അറിയാവോ അമ്മായിക്ക്? അത് പറയാൻ പറ്റുമോ? ഷിബു റോക്സിന്റെ കട കടാ ഷിബു റോക്സിന്റെ കട പറ, എവിടാന്ന് പറ. അതെ, ഈ കാർഗിൽ റോഡിന്റെ പോയിട്ട് അവിടേക്ക് പോയിട്ട് അടുത്ത റോഡ്. ബാക്കി ഞാൻ തപ്പിയെടുത്തോളാം. അല്ലളിയ, എന്തിനാ കടയൊക്കെ അറിഞ്ഞിട്ട്?